കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും പരാതി. ക്യാൻസർ രോഗിയായ വീട്ടമ്മ ചികിത്സാ പിഴവ് മൂലം 1 മാസത്തിലധികമായി ദുരിതം അനുഭവിക്കുകയാണ്. കടമക്കുടി സ്വദേശിനിയായ ശാന്തയ്ക്ക് നീതി തേടി മകൻ മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകി. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ശാന്ത ക്യാൻസർ രോഗത്തിന് ചികിത്സ തേടുന്നുണ്ട്. 2012-ൽ സ്തനാർബുദത്തിന് ശസ്ത്രക്രിയ നടത്തിയിരുന്നു. അതിന് പിന്നാലെ 1 വർഷം മുൻപ് ഗർഭപാത്ര സംബന്ധമായ അർബുദവും പിടിപെട്ടു. ഇതിന്റെ ചികിത്സ തുടരുന്നതിനിടെ കഴിഞ്ഞ മാസം 9-ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിയ ശാന്തയോട് സ്കാൻ ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. സ്കാൻ ചെയ്യുന്നതിന് മുൻപ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായി വന്നു. എന്നാൽ കൈഞ്ഞരമ്പിൽ എടുക്കേണ്ട ഇഞ്ചക്ഷൻ തെറ്റായ രീതിയിൽ ത്വക്കിലാണ് എടുത്തത്. ഇതുമൂലം കൈ നീര് വെച്ച് വീർക്കുകയും സ്കാൻ ചെയ്യാൻ കഴിയാതെ വീട്ടിലേക്ക് തിരികെ പോരുകയും ചെയ്തു. വീട്ടിലെത്തിയതോടെ സ്ഥിതി വഷളായി. നീര് കൂടുകയും അതികഠിനമായ വേദന അനുഭവപ്പെടുകയും ചെയ്തതോടെ ശാന്തയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വീണ്ടും കൊണ്ടുവന്നു. ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായതോടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. തുടർന്ന് ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ. അവിടെ നിന്നും ഡിസ്ചാർജ് ആയെങ്കിലും കൈ പൂർവ്വസ്ഥിതിയിലാകാത്തതിനാൽ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് മൂലം ശാന്തയും കുടുംബവും അനുഭവിക്കേണ്ടി വന്ന വേദനയും ദുരിതവും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വീഴ്ച വരുത്തിയവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയും ചികിത്സാ ചിലവടക്കം നഷ്ടപരിഹാരം വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. നമുക്ക് ഒന്നാമത് ഭയങ്കര വേദനയാണ്. അപ്പൊ ഇങ്ങനെ പരാതി അവർക്കെതിരെയാണ്, ആശുപത്രിക്കെതിരെയാണ് പരാതി കൊടുത്തേക്കണം. പിന്നെ നമുക്ക് ഇതനുസരിച്ച് കുറച്ച് പൈസ ചെലവായിട്ടുണ്ട്. 10-35 ദിവസമായി അമ്മ ചികിത്സയിൽ കഴിയുന്നത്. അപ്പൊ അതിന്റെ എന്തെങ്കിലും സഹായമൊക്കെ നമുക്ക് നഷ്ടപരിഹാരം നമുക്ക് കിട്ടണം. അമ്മ അനുഭവിച്ച വേദന നേരിൽ കണ്ട ഈ മകൻ നീതി തേടി മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകിയിരിക്കുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം വീഴ്ചകൾ ആരോഗ്യവകുപ്പ് കണ്ടില്ലെന്ന് നടിക്കരുത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയാണ് വേണ്ടത്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ടോം കുര്യാക്കോസ്, ന്യൂസ് 18 കൊച്ചി. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ടോം കുര്യാക്കോസാണ് ചേരുന്നത്. ടോം, ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായതായി ഈ ആശുപത്രി അധികൃതർ സമ്മതിക്കുന്നുണ്ടോ ഇപ്പോഴും? കിരൺ, ആശുപത്രി അധികൃതർ അത്ര ഒരു വീഴ്ച ഉള്ളതായി സമ്മതിക്കുന്നില്ല. അതേ തുടർന്നാണ് ഈ കുടുംബം പരാതിയുമായി രംഗത്തെത്തുന്നത്. കാരണം ഞാൻ നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു 10 വർഷത്തിലധികമായി ക്യാൻസർ രോഗത്തിന് ചികിത്സ തേടുന്ന വ്യക്തിയാണ് ഈ കടമക്കുടി സ്വദേശിനി ശാന്ത. അവർക്ക് ഏറ്റവും ഒടുവിൽ, അതായത് ഈ ജനുവരി ആദ്യമാണ് ഒരു സ്കാനിങ്ങിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നത്. അതിന് സ്കാനിങ്ങിന് തൊട്ട് മുൻപ് ഒരു ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു. ഇഞ്ചക്ഷൻ ഞരമ്പിന് എടുക്കുന്നതിന് പകരം അവർ ത്വക്കിലെടുക്കുന്നു. അതിനുശേഷം അവരുടെ കൈ നീര് വെക്കുന്നു. പിന്നീട് അവരുടെ ആരോഗ്യസ്ഥിതി വഷളാകുന്നു. പിന്നീട് ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജ് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്തത്. അവിടുത്തെ 1 മാസത്തോളം നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് പിന്നീട് അവരുടെ ആരോഗ്യസ്ഥിതി ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് മാറുന്നത്. പക്ഷെ ഇപ്പോഴും പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ ശാന്ത. അതേ തുടർന്നാണ് ശാന്ത കഴിഞ്ഞ 1 മാസമായി ശാന്തയും ശാന്തയുടെ കുടുംബവും അനുഭവിച്ച ഈ രോഗിയുടെ മകൻ അനീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, യഥാർത്ഥത്തിൽ എന്താണ് താങ്കളുടെ അമ്മയ്ക്ക് സംഭവിച്ചത്? ഞങ്ങൾ ജനുവരി 9-ാം തീയതി സ്കാൻ ചെയ്യാൻ വേണ്ടി പോയതാണ് കളമശ്ശേരി ഹോസ്പിറ്റലില്. ഒരു സിറ്റിക്ക് എടുക്കണമ്പോ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു കയ്യില്. അത് ഇഞ്ചക്ഷൻ ഞരമ്പില് അവര് ശരിക്കും ഇഞ്ചക്ട് ചെയ്തില്ല. അത് നേരെ ത്വക്കിലാണ് ചെയ്തിരുന്നത്. അപ്പൊ അവര് പറഞ്ഞ് അത് ഇഞ്ചക്ഷൻ ചെയ്തപ്പോ അവര് കയ്യില് നീര് വന്നപ്പോഴത്തേക്കും സ്കാൻ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവര് അപ്പൊ മരുന്നൊന്നും ഞങ്ങൾക്ക് വിട്ടു. അപ്പൊ ഞങ്ങൾ ചോദിച്ചത് എന്തുകൊണ്ട് നീര് വന്നെന്ന് വെച്ചപ്പോ അത് ചിലവർക്ക് അങ്ങനെ വരാറുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് വീട്ടിലോട്ട് പോന്നു. വീട്ടിലെത്തിയപ്പോഴത്തേക്കും കൈ വീർക്കാൻ തുടങ്ങി. വീർത്തപ്പോ വേദന കൊണ്ട് നിൽക്കാൻ പറ്റില്ല. പിന്നെ രാത്രി 9:30 പിന്നെയും കളമശ്ശേരിയിലോട്ട് പോയി. അവിടെ ഡ്യൂട്ടി ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞ് ഞങ്ങൾക്ക് കോട്ടയത്തേക്ക് റെഫർ ചെയ്തു. എന്നിട്ട് അവിടെ വെളുപ്പിന് 3 മണിക്ക് എത്തി. അവിടെ അപ്പൊ തന്നെ ഡോക്ടർ അത് കൈ അങ്ങോട്ട് കീറിയ കംപ്ലീറ്റ് അത് മരുന്നെല്ലാം കുത്തിയെടുത്തിട്ട് പിന്നെ 4 ദിവസം അവിടെ തന്നെ ചികിത്സ ആയിരുന്നു. 4 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് പറവൂര് താലൂക്ക് ആശുപത്രിയിലോട്ട് വിട്ടു. ഇപ്പൊ അവിടെ ഇന്ന് വരെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ നേരത്തെ ഈ ആശുപത്രി അധികൃതർക്ക് ഏതെങ്കിലും തരത്തിൽ പരാതി നൽകിയിരുന്നോ ഇത് സംബന്ധിച്ച്? ഇല്ല, ഞങ്ങൾ ആശുപത്രിയിലായിട്ട് വേറെ ഒരു പരാതി ഒന്നും കൊടുത്തിരുന്നില്ല. ഇപ്പോഴാണ് ഈ വിഷയത്തിൽ പരാതി നൽകുന്നത് അല്ലേ?
പരാതി എന്ന് വെച്ചാൽ നമുക്ക് പരാതി കൊടുക്കാൻ പറ്റിയ ആരും ഉണ്ടായില്ല. പിന്നെ നമ്മ അത് വേണ്ടെന്ന് വെച്ചാണ്. പിന്നെ ഇത്രയും ദിവസം ആൾക്ക് ഒരു ക്യാൻസർ പേഷ്യന്റ് ആയതൊരു വേദന സഹിക്കാൻ പറ്റണ്ടായില്ല. പിന്നെ എല്ലാരും കണ്ടവര് തന്നെ പറഞ്ഞു നിങ്ങൾ പരാതിപ്പെട്ടോ, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പൊ നമുക്കും ഇതിങ്ങനെ പറ്റി. വേറെ ഒരാൾക്കും കൂടി ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കൂടുതൽ ഇങ്ങനെ ചെയ്തത്. ശരി, എന്തായാലും താങ്കൾ ഇപ്പോഴെങ്കിലും പരാതി നൽകിയത് എന്തായാലും നല്ലത് തന്നെയാണ്. നമ്മുടെ വിഷയം മാത്രമല്ല, ഭാവിയിൽ ഇനി മറ്റുള്ളവർക്കും ഈ തരത്തിലേക്കുള്ള വീഴ്ച ഉണ്ടായി അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വരരുത്. എന്തായാലും ഞങ്ങളോട് ഈ സമയത്ത് പ്രതികരിച്ചതിന് പ്രത്യേകം നന്ദി ശ്രീ അനീഷ്. ഞങ്ങളുടെ റിപ്പോർട്ടർ ടോം തുടരുന്നുണ്ട്. ടോം, വളരെ കൃത്യമാണ് അവർ പറഞ്ഞത്. അവർക്ക് ആ സമയത്ത് പരാതി നൽകാൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞില്ല. അവർക്കും അതിനെക്കുറിച്ച് ആ തരത്തിലേക്കുള്ള ചിലപ്പോൾ പരാതി നൽകേണ്ടതില്ല എന്നൊക്കെ ആയിരിക്കും ധരിച്ചത്. എന്തായാലും ഇപ്പോൾ അവർ പരാതി നൽകിയിരിക്കുന്നു. ഈ പരാതിക്ക് മേലെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സംബന്ധിച്ച സൂചനകൾ വ്യക്തമായിട്ടുണ്ടോ? കിരൺ, ആദ്യഘട്ടത്തിൽ അവർ കാരണം ഈ പരാതി നൽകാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഈ കുടുംബം. കാരണം ഈ ആശുപത്രി ഈ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി അതിന് പിന്നാലെയായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഈ കുടുംബം, പ്രത്യേകിച്ച് ഈ മകൻ. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ നിരവധി ആളുകൾ ഈ ഇതിന്റെ ഫോട്ടോ ശരിക്കും യഥാർത്ഥത്തിൽ ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് ഏറെ ഭയപ്പെടുത്തുന്നതാണ്. കാരണം കൈ അത്രത്തോളം നീര് വെച്ച് വല്ലാത്തൊരു വഷളാകുന്ന അവസ്ഥയായിരുന്നു. പിന്നീട് ഇത് ഈ പറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറി ഏകദേശം അവരുടെ ഒരു ആരോഗ്യം മെച്ചപ്പെട്ടതിന് ശേഷമാണ് ഈ കുടുംബം ഈ പരാതിയും നൽകാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പം മുഖ്യമന്ത്രിക്ക് നൽകി, പോലീസിന് പരാതി നൽകി ഈ വിഷയത്തിൽ ഒരു നീതി ലഭിക്കുമെന്ന്, അതായത് അവർക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സാമ്പത്തിക നഷ്ടം ഉൾപ്പെടെയുണ്ട്. ഈ വിഷയത്തിൽ നഷ്ടപരിഹാരമാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം ഈ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി. പക്ഷേ ഇതിനു മുൻപും നിരവധി പരാതികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ ചികിത്സാ പിഴവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പരാതികൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ വീഴ്ച വരുത്തിയവരെ സംരക്ഷിക്കുന്ന നിലപാട് മാത്രമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും, പ്രത്യേകിച്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വിഷയത്തിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. അതിനെ പല രീതിയിലാണ് പ്രത്യേകിച്ചും ഈ ഭരണകക്ഷിയും അതോടൊപ്പം സർക്കാരും പ്രതിരോധിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആരോപണങ്ങൾ മാത്രമാണ് എന്ന രീതിയിൽ ഇതിനെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുൻപും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ശാന്തിയുടെ വിഷയത്തിലും ഒരു പരാതിയുമായി മുന്നോട്ട് പോയാലും ഈ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകില്ല. കാരണം വകുപ്പ് തല അന്വേഷണം ഉണ്ടായാലും സാധാരണ ഏറ്റവും കൂടി വന്നാൽ ഒരു ചെറിയ സസ്പെൻഷൻ, അതിനപ്പുറം മറ്റു നടപടികളിലേക്ക് പോകാറില്ല. പലപ്പോഴും ഈ ജീവനക്കാരെ പിന്നീട് തിരിച്ച് സർവീസിലെടുക്കുന്ന ഒരു അവസ്ഥ മാത്രമാണ് ഉള്ളത്. കാരണം ഇവരെ സംരക്ഷിക്കാൻ ഒരു സംവിധാനം തന്നെ, പ്രത്യേകിച്ചും ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സമീപ ദിവസങ്ങളുണ്ടായ ഈ ജനന സർട്ടിഫിക്കറ്റ്, വ്യാജ ജനന സർട്ടിഫിക്കറ്റ് വിവാദം ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളുമുണ്ട്. അത് ഏതെങ്കിലും ഒരാൾക്കെതിരെ മാത്രം ഒരു താൽക്കാലിക നടപടി ഉണ്ടാകുന്നു. അതിന്റെ ഒരു മേൽത്തട്ടിലുള്ളവർ, അതായത് അതിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവരെ സ്ഥാനത്തിരിക്കുന്നവരെ നിലപാട്, അതിനപ്പുറം മറ്റൊരു രീതിയിലുള്ള നടപടിയും ഉണ്ടാകില്ലെന്ന് തന്നെയാണ് സാധാരണഗതിയിലുള്ള ഇതിന് മുൻപുണ്ടായിട്ടുള്ള പല സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കിരൺ, ഇത്തരം നടപടികൾ ഉണ്ടാകാത്തതിൻ്റെ കൂടി ഭാഗമാണ് ഇത്തരം തെറ്റുകൾ പലപ്പോഴും ആവർത്തിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ ഈ ഒരു വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി നൽകുന്നത്. ഒരു സാധാരണ വീട്ടമ്മയാണ് ചികിത്സയ്ക്കായി എല്ലാം വിശ്വസിച്ചാണ് ഒരു മെഡിക്കൽ കോളേജിൽ ചെല്ലുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് അവിടെ നിന്ന് പുതിയൊരു രോഗവുമായി പുറത്തു വരേണ്ട ഒരവസ്ഥ. ഇപ്പോഴും അവർ ആ ദുരിതത്തിൽ നിൽക്കുകയാണ്. അതിനൊരു പരിഹാരം കാണാൻ പോലും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ വിഷയത്തിൽ ഒരു ഫലപ്രദമായ അന്വേഷണവും നടപടിയും ഉണ്ടാവും, തിരുത്തലുകളും ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. GST വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ രാപകൽ സമരത്തിൽ നിന്ന് ഒരു വിഭാഗം നേതാക്കൾ വിട്ടുനിന്നടക്കമുള്ള വാർത്തകളുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം